ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കസിൻ്റെ മാരേജിൻ്റെ നിക്കാ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആവണം എന്നുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൈക്കയിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ലാക്മേയുടെ ലുമിലിറ്റ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതെന്ന് പറയുമ്പോൾ മോയ്സ്ചറൈസർ പ്ലസ് ഹൈലൈറ്റർ ആണ്. അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഗ്ലോവും കിട്ടും. അപ്പോൾ ആ ബേസ് തന്നെ നല്ലൊരു ബേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പ് ഇടുമ്പം നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. പിന്നെ മേക്കപ്പ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്പ്രെഡ് ആക്കാനും പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാം. ബാക്കി സെറ്റാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഹെയർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ മേക്കപ്പ് ചെയ്തതിന് ശേഷം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്ലോയിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേസ് ആയിട്ടുള്ള മേക്കപ്പാണ് ഫസ്റ്റ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്കൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫിക്സ് ഡെർമയുടെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യണത്. ഇത് ഞാൻ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് ആക്ച്വലി നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലിപ്പിലുള്ള പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടുമെന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് രാവിലത്തെ ഫംഗ്ഷനായ കാരണം ഞാനൊരു സൺസ്ക്രീന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതേ ഈ ഒരു ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കളർ സെൻസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഫൈൻ 5 എന്ന് പറഞ്ഞിട്ടുള്ള വാനില ഷെയ്ഡാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചധികമായി ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പഞ്ച് വെച്ചിട്ടാണ് ഇത് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെബിലിൻ ന്യൂയോർക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ആ ഒരു ഗ്ലോയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇത് യൂസ് ചെയ്താലോ ഒന്ന് സെറ്റ് ആയ പോലെ തോന്നുള്ളൂ. സംഭവം നമ്മളുടെ ആ ഒരു ഗ്ലോ കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിൻ്റെ മുകളിൽ പിന്നെ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി ഞാൻ നെക്സ്റ്റ് ഐ ഷാഡോ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിലിതേ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഇത് കറക്റ്റ് എൻ്റെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കളർ. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഇട്ട് നോക്കട്ടെ. ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്നതിൽ അത്ര എക്സ്പേർട്ട് ഒന്നല്ല, പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാറ് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം കല്യാണമൊക്കെ അല്ല, അപ്പം കല്യാണത്തിന് മേക്കപ്പ് ചെയ്യുമ്പം എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യാറ് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഒരു ഐ ഷാഡോ എന്ന് പറയുമ്പം വല്ലാണ്ട് അങ്ങോട്ട് എടുത്ത് അറിയണ ഷെയ്ഡല്ല, എന്നാലും നല്ലൊരു രസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
അടുത്തതായിട്ട് നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഞാൻ മെബിലിൻ്റെ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ മിററിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ക്യാമറ നോക്കി ഇടുമ്പോൾ നമുക്ക് എത്രത്തോളം കറക്റ്റായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ അപ്പുറത്തും വന്നാൽ മതിയായിരുന്നു. മിക്ക ടൈമിലും ഞാൻ ഒരു കണ്ണിലിട്ട് സെറ്റായി തോന്നുമ്പോൾ അടുത്ത കണ്ണിലിടുമ്പോൾ കൊള്ളാവലാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതേപോലെ തന്നെ വരക്കാൻ ട്രൈ ചെയ്യാം. ഏകദേശം രണ്ടും ഒരേപോലെ വന്നെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് മസ്കാര ഇടാട്ടോ. ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു മസ്കാരയാണ്, ഡബിൾ ട്രബിളിൻ്റെ മസ്കാര. ഇതും ഒരുപാട് വീഡിയോസിൽ നല്ല അടിപൊളി റിവ്യൂസ് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അങ്ങനെ 2 സ്റ്റെപ്സ് ആയിട്ടാണ് പറയുന്നത്. സ്റ്റെപ്പ് 1 നമുക്ക് ലെങ്ത്ത് വെക്കാനും പിന്നെ സ്റ്റെപ്പ് 2 വോളിയം കൂട്ടാനും എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 2 സ്റ്റെപ്പായിട്ട് ജസ്റ്റ് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു കണ്ണിൻ്റെ ഫിനിഷിങ് കിട്ടുക കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാനൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നൈക്കയുടെ ചായ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കും ഉണ്ട്, പിന്നെ ഫേസ് സ്കാനയുടെ ഒരു കോംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടിലും ഏത് ഇടേണ്ടത് എന്നാണ് കൺഫ്യൂഷൻ. ഞാൻ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഇടാൻ പോണത് ഫേസ് സ്കാനയുടെ ലിപ്സ്റ്റിക്കാണ്. ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട്, എനിക്ക് ഭംഗിയുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യണത്. ഈ ഹൈലൈറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് നമ്മളിപ്പോൾ ഇടുമ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നും. അതായത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണ പോലെ തോന്നും. പക്ഷേ ഒരു ഇത്തിരി ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഫേസിൽ അങ്ങനെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഞാൻ ബ്ലഷ് ഇടാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ മുഖത്ത് ഇങ്ങനെ പെട്ടെന്ന് വെയിൽ കൊള്ളുക അങ്ങനെ ചൂടെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിഷ് കളർ വരും. അപ്പം ഞാൻ ഇനി ബ്ലഷും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുണ്ടിരിക്കും. അതാണ് ഞാൻ ബ്ലഷ് ഇടാത്തത്. ആൻഡ് ഫൈനലി ഈ ഒരു ലോറിയലിൻ്റെ സെറ്റിംഗ് സ്പ്രേ കൂടിയിട്ട് ഞാൻ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ട് കൂടുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച് നോക്കിയതാണ്. ഇപ്പോൾ ഇത് എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ഒരു ഗ്ലോവി നീറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതേ ജസ്റ്റ് ഈ ഒരു ഇയറിങ്സും അതേപോലെ തന്നെ ഈ ഒരു റിങ്ങും ആണ് കേട്ടോ ഇടണത്. പിന്നെ ഇത് ഈ ഒരു ഷൂവും ഞാൻ ഇതിലേക്ക് വെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ ഒരു ഔട്ട്ഫിറ്റും അതുപോലെ മേക്കപ്പും ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.